ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് യൂറോപ്യൻ കൺട്രിയായ സ്ലൊവേനിയയിലാണ്. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഇവിടെ വന്നിട്ടൊരു 5-6 മാസമായിട്ടുണ്ട്. ജാനുവരി 2, 3 ആ ഒരു ഇതിലാണ് വന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് വെച്ചാൽ വർക്ക് വിസയിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളൊരു 3 ആൾ ഒരുമിച്ചാണ് വന്നത്. പിന്നെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വർക്ക് കുഴപ്പമൊന്നുമില്ല, ഹാർഡാണ്. പിന്നെ ഇവിടുത്തെ പണിയൊക്കെ അത്യാവശ്യം ഹാർഡായിരിക്കും, കുഴപ്പമില്ല. എന്നാലും അതിനുള്ള ഇതൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്, സാലറി ഒക്കെ ആയാലും. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് ത്രൂ ആണ് വന്നത്. അവൻ്റെ ഇവിടുത്തെ കോണ്ടാക്റ്റൊക്കെ വെച്ചിട്ട് അവൻ സെറ്റാക്കി എന്താണത് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്തു തന്നെ. പിന്നെ നമ്മൾ ഓൾറെഡി കാർഡ് ഡൽഹിയിലെ എംബസിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാർഡിന് വേണ്ടി. നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ സ്ലൊവേനിയനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഷെങ്കൻ കൺട്രിയാണ്. പിന്നെ യൂറോപ്യൻ യൂണിയനിലുള്ളൊരു കൺട്രിയാണ്. അടിപൊളി കൺട്രിയാണ്. പിന്നെ ഇവിടുത്തെ റോഡുകളും സിറ്റീസും വീടുകളൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഭയങ്കര ഡെവലപ്പുള്ള കൺട്രി ഒന്നുമല്ല. പിന്നെ ഒരു സൈലൻറ്റ് കൺട്രിയാണ്, അധികം പോപ്പുലേഷനൊന്നും ഇല്ല ഇവിടെ. സിറ്റീസിലൊക്കെ പോയാലും അധികം ആൾക്കാരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈ സ്ലൊവേനിയയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലുബ്ലിയാന എന്ന് പറഞ്ഞ സിറ്റിയാണ്. കാണാനായിട്ടൊരു അടിപൊളി സിറ്റിയാണത്. പിന്നെ ഇതിൻ്റെ സ്ലൊവേനിയയുടെ നെയ്ബർ കൺട്രീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൊയേഷ്യ, ഇറ്റലി, പിന്നെ ഓസ്ട്രിയ, അങ്ങനെയുള്ള കൺട്രീസാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ഇവിടെ നെയ്ബേഴ്സ് ആയാലും അത്യാവശ്യം നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയൊക്കെ ആയിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. പിന്നെ ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൊവേനിയൻ എന്ന് പറഞ്ഞ ലാംഗ്വേജാണ്. പിന്നെ ഞാൻ ഈ കൺട്രി ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെങ്കൻ കൺട്രിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് വേറെ കൺട്രിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ അവൻ പറഞ്ഞു ഇപ്പോൾ അധികം റിജക്ഷനൊന്നും ഇല്ലാത്തൊരു കൺട്രിയാണ്, നമുക്ക് പെട്ടെന്ന് പേപ്പർ വർക്കായാലും പെട്ടെന്ന് നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. പിന്നെ ഇവിടെ കുറേ സ്റ്റുഡൻസൊക്കെ ഇന്ത്യൻസും കുറേ സ്റ്റുഡൻസ് വർക്കിനായാലും പഠിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറേ മലയാളി സ്റ്റുഡൻസിനെ കാണാൻ പറ്റും ഇപ്പോൾ ലുബ്യാന സിറ്റി പോയി കഴിഞ്ഞാൽ. പിന്നെ ഷെങ്കൻ കൺട്രീനെ പറ്റി അറിയാമല്ലോ. നമുക്ക് ഇവിടെ നിന്ന് വേറൊരു കൺട്രിക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ പിന്നെ വിസയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് 20 സംതിങ് കൺട്രിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. എത്ര ദിവസം അവിടെ നിൽക്കാം, അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. പിന്നെ ഈ സ്ലൊവേനിയൻസിൻ്റെ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ അവർ കൂടുതലായിട്ടും മറ്റേ ഇലക്കറികളൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇലകളൊക്കെ ഇല്ലേ, ക്യാബേജ് അങ്ങനത്തെ കുറേ ഇലകളൊക്കെ ഇവന്മാർ കൂടുതലും കഴിക്കാൻ തന്നെ. പിന്നെ സ്പൈസസ് ഒന്നും അധികം ഉപയോഗിക്കില്ല. പിന്നെ ഇവിടെ വന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഒരു വിഷമം. എല്ലാവരും മിസ്സായി, ഫ്രണ്ട്സായാലും വീട്ടുകാരായാലും ആ ഒരു മിസ്സിങ് മാത്രമേ ഉള്ളൂ. പിന്നെ 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റാവും അത്. അടുത്ത വീഡിയോയിൽ ഞങ്ങൾക്ക് എത്ര എക്സ്പെൻസ് വന്നു, പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു, പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ പറയാം. പിന്നെ ഫസ്റ്റത്തെ വീഡിയോ ആണ്, അപ്പോൾ ഇതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനി ഒരു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.